തിരുവനന്തപുരത്തെ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിലെ BJP നേതാക്കളുടെ പ്രതികരണത്തിൽ RSSന് അതൃപ്തി. RSS ആനന്ദ് കെ തമ്പിയുടെ കുടുംബത്തിനൊപ്പമാണ്. അതേസമയം ആനന്ദ് കെ തമ്പിക്ക് BJPയുമായും RSSുമായും ബന്ധമുണ്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് തിരുത്തി പറഞ്ഞു. ആനന്ദിന്റേത് സംഘപരിവാർ കുടുംബമെന്നും S. സുരേഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലാണ് ഈ പെരിങ്ങമല ബാങ്കിൻ്റെ ആണെങ്കിലും മറ്റ് ഇപ്പോൾ തിരുമല ബാങ്കിൻ്റെയൊക്കെ നേരത്തെ സജീവമാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലൊരു ചർച്ചാ വിഷയമാക്കില്ലേ രാഷ്ട്രീയ പാർട്ടികൾ? എങ്ങനെ അത് BJP അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ, ദുരാരോപണങ്ങളൊക്കെ ചർച്ചാ വിഷയമാക്കുകയാണ് CPMൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ലക്ഷ്യം. ഞങ്ങളുടെ അനിലിൻ്റെ ബാങ്കിൽ BJPക്കാർ ലക്ഷങ്ങൾ കൊണ്ടുപോയി, കോടികൾ കൊണ്ടുപോയി എന്നല്ലേ അദ്ദേഹം മരിച്ചിടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ ശിവൻകുട്ടിയും K. മുരളീധരനൊക്കെ അലറിക്കൂവിയത് ആരെങ്കിലും പിടിച്ചോ? ആരാ പണം കൊണ്ടുപോയത്? എന്തെങ്കിലും പുറത്തു വന്നോ? പിണറായി വിജയൻ്റെ വിജിലൻസ് അവിടെ എത്ര ദിവസമോ അവിടുത്തെ സർവ്വ ഫയലും നോക്കി അതിൻ്റെ ബാത്റൂമിനകത്ത് ഉൾപ്പെടെ ചെന്ന് പരിശോധിച്ചെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കിട്ടിയോ? പ്രചരണ രംഗത്ത് നിൽക്കുന്ന അവസരത്തിലാണ് ഒരു ആനന്ദൻ എന്ന ഒരു പ്രവർത്തകൻ്റെ ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ അല്ലെങ്കിൽ അംഗമായ ആളാണ് എന്ന് പറയുന്നതിൽ ഒരു വൈകാരിക പ്രകടനം ഉണ്ടാകും. പാർട്ടിയെ അനവസരത്തിൽ വിമർശിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഏതൊരു യുക്തിയും സത്യവും ഇല്ലാതെ വിമർശിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പാർട്ടിയുടെ ചുമതലക്കാരന നിലയിൽ പ്രതികരിക്കേണ്ടി വരും. അത് ഞാൻ പ്രതികരിച്ചു. ഈ ആനന്ദ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് സജീവമായിട്ട് പ്രവർത്തനത്തിലില്ല. BJPയുടെ ചുമതല ഒരിക്കലും അയാൾ വഹിച്ചിട്ടില്ല. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ ടോണും എൻ്റെ ശരീരഭാഷയും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഖേദിക്കുന്നു, അതിൽ ഖേദിക്കുന്നു. പക്ഷേ അന്ന് തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും സംഘത്തിൻ്റെ ചുമതലപ്പെട്ടവരും ആ വീട്ടിൽ പോയി ശവസംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുത്തു. ഞാൻ ആലപ്പുഴ പോയതുകൊണ്ട് മാത്രമാണ് പോകാത്തത്. പക്ഷേ ആ ആനന്ദ് പാർട്ടിയും RSSുമായി ഏതൊരു ബന്ധവുമില്ലാത്ത ആളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ചുമതലയും പ്രവർത്തകനും രണ്ടാണ്. അപ്പോൾ ചുമതലപ്പെട്ട പ്രവർത്തകനല്ല എന്നുള്ളതാണ്. ആനന്ദ് അറിയിക്കേണ്ട ആളിനോടോ അറിയിക്കേണ്ട ഫോറത്തിലോ അത് അറിയിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് ആനന്ദിൻ്റെ പേരും വരുമായിരുന്നു. ഒരു അതൃപ്തി ഉണ്ടോ അങ്ങനെ പറഞ്ഞത്? ഇല്ല, RSS എന്നൊന്നല്ലേ ആ പറഞ്ഞ എനിക്കും വിഷമമുണ്ട്. അത് ഞാനൊരു സ്വയംസേവനല്ല. ആനന്ദിനെ നേരിട്ട് അറിയാന്നുള്ളതാണ്. എനിക്ക് ആനന്ദിനെ അറിയാം, പക്ഷേ വലിയ ബന്ധമൊന്നുമില്ല. ആനന്ദിനെ എനിക്ക് കണ്ടിട്ടുള്ളതാണ്. അയാളുടെ ബന്ധുക്കൾ, അയാളുടെ ഭാര്യയുടെ ബന്ധുക്കളെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരും സംഘത്തിൻ്റെ പ്രവർത്തകരുമാണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അതിനകത്ത് ഈ മണ്ണ് മാഫിയ ബന്ധം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ വിലയിരുത്തി. അത് ഏതൊരു രീതിയിലും ശരിയല്ല. അങ്ങനെയുള്ള ഒരു പരിഗണനയോ അങ്ങനെയുള്ള ഒരു വിഷയമോ അവിടെ ഉയർന്നു വന്നിട്ടില്ല. ക്യാമറ ജയചന്ദ്രനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ ചേർന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. RSSന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരുന്നു? ഈ BJP അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയമായി ഇത് പരിഹരിക്കാനുള്ളൊരു ശ്രമമാണോ നടത്തിയത്? മോത്തി, ഈ ആനന്ദ് കെ തമ്പി സജീവ RSS പ്രവർത്തകനാണ്. കഴിഞ്ഞ 20 വർഷമായി RSSന്റെ പ്രവർത്തകൻ മാത്രമല്ല, ഉപജില്ല, താലൂക്ക്, മണ്ഡൽ ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആനന്ദ് BJPക്കെതിരെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന RSSന്റെ ചില നേതാക്കൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അടക്കം പറഞ്ഞത് ആനന്ദിന് BJPയുമായി ബന്ധമില്ല, മാത്രമല്ല ആനന്ദ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ശിവസേനയ്ക്കൊപ്പമാണ് തുടങ്ങിയ വിമർശനമാണ് ഈ ശവസംസ്കാരം നടക്കുന്നതിന് മുൻപുള്ള വേളയിൽ പോലും പറഞ്ഞത്. ഇതിൽ RSSന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, കാരണം RSSന്റെ പ്രവർത്തകർ, ആനന്ദുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തകരും പല കാലഘട്ടത്തിലും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരും വലിയ രോഷത്തിൽ തന്നെയായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വ്യാപകമായി അവരുടെ വിമർശനം ഉന്നയിക്കുന്നുമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് RSS ഈ BJP നേതാക്കൾ ആനന്ദിനെ കുറിച്ച് പറഞ്ഞ വികാരത്തെക്കുറിച്ച് ഒപ്പമായിരുന്നില്ല. മാത്രമല്ല, RSSന്റെ പ്രാന്ത കാര്യവാഹ് പ്രസാദ് ബാബു, അതുപോലെ തന്നെ RSSന്റെ ക്ഷേത്രീയ സമ്പർക്ക പ്രമുഖ M. ജയകുമാർ എന്നിവർ ഈ ആനന്ദിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മാത്രമല്ല, ഈ ഇരു നേതാക്കളും അവർ BJP നേതൃത്വം ആനന്ദിനെ കുറിച്ച് പറഞ്ഞ വികാരം, പറഞ്ഞ അഭിപ്രായ പ്രകടനം, അത് RSS പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള വികാരം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ S. സുരേഷിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അതിൽ നിന്നുള്ളൊരു തിരുത്തലാണ്.